നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതിയിൽ നടക്കുന്ന മുല്ലപ്പെരിയാർ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസിൽ തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി മനസ്സിലാക്കാൻ കേരളം തയ്യാറാകണമെന്നും സമരസമിതി. ഇടുക്കി മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പോക്കുവരവ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശം. നടപടി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ കരമടവ് മുടങ്ങി. കോടതി ഉത്തരവ് നിലനിൽക്കെ കാരവാൻ പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം. അന്തിമ വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേടെന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേടുകൾ. LDF ഭരണസമിതിയുടെ ഭീഷണിക്ക് മുൻപിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങിയെന്നും ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി രാജകുമാരി ഇടമറ്റത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. വാഴക്കുളം സ്വദേശി ആന്റോയാണ് മരിച്ചത്. മൂന്നാറിൽ പോയി തിരികെ മടങ്ങും വഴിയാണ് ഇടമറ്റത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ആന്റോ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. പരിക്കേറ്റവരെ ആദ്യം രാജാക്കാട് ലൈഫ് കെയർ ആശുപത്രിയിലും പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. വാഴക്കുളം സ്വദേശികളായ ജെയ്സൺ ജോമോൻ, ഷാജി ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. പണിക്കൻകുടിയിലെ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതിനു ശേഷം ഇവിടെ നിന്നും രാജകുമാരിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോകും വഴി ഇടമറ്റത്ത് വെച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതോ അമിത വേഗതയോ ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാജാക്കാട് CI V വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആന്റോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സിറ്റി വിഷൻ, രാജാക്കാട്. സുപ്രീം കോടതിയിൽ നടക്കുന്ന മുല്ലപ്പെരിയാർ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്ന മുല്ലപ്പെരിയാർ സമരസമിതി കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസിൽ തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി മനസ്സിലാക്കാൻ കേരളം തയ്യാറാകണമെന്നും സമരസമിതി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും ഇടപെടൽ ശക്തമാക്കുകയാണ് മുല്ലപ്പെരിയാർ സമരസമിതി. ഇതിന്റെ ഭാഗമായി ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിലാണ് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിർദ്ദേശം സമർപ്പിക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് വ്യക്തമാക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ആവശ്യപ്പെട്ടു. എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് എത്രയും വേഗം ഒരു നിവേദനം നൽകുവാൻ തീരുമാനിച്ചു. സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ആ തീരുമാനപ്രകാരം എത്രയും വേഗം പുതിയ ഡാമിന്റെ ബലഹീനമായ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു പുതിയ ഡാം പണിയാൻ എന്തുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് വരുന്നില്ല എന്ന് തീരുമാനമുണ്ടാകും ഒരു മാസത്തിനകം. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ദേശീയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ഘട്ടത്തിലും അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുകയാണെന്ന യോഗം കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ ഉടമ്പടിക്കും ഡാമിനും 140 വർഷമായി എന്ന കാര്യം ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും ഓർക്കണം. കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച സർവകക്ഷി യോഗം ചേർന്ന് ഏകാഭിപ്രായം ഉണ്ടാക്കാനും അതനുസരിച്ച് നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാകണമെന്നും സമരസമിതി ഭാരവാഹികളായ ചെയർമാൻ ഷാജി P. ജോസഫ് അധ്യക്ഷനായി. രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പിൽ, ജനറൽ കൺവീനർ സിബി മുത്തുമാക്കുഴി, PD ജോസഫ്, MM ജോസഫ്, VJ തോമസ് എന്നിവർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടുക്കി മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പോക്കുവരവ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശം. നടപടി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ കരമടവ് മുടങ്ങി. കോടതി ഉത്തരവ് നിലനിൽക്കെ റവന്യൂ വകുപ്പ് അന്വേഷണം തുടരുന്നതിനിടയിലും കാരവാൻ പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി തുറന്നു പ്രവർത്തിക്കരുതെന്നും പ്രവർത്തിച്ചാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന ഹൈക്കോടതിയുടെ താക്കീതിനും പുല്ലുവില കൽപ്പിച്ചാണ് റവന്യൂ വകുപ്പ് 2 തവണ പൂട്ടി സീൽ ചെയ്ത കാരവാൻ പാർക്ക് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിരിക്കുന്നതിനു പുറമെ
ബാക്കിയുള്ള ഭൂമിയുടെ പട്ടയം വ്യാജമായി ചമച്ചതാണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും നടക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നോ റവന്യൂ വകുപ്പിൽ നിന്നോ ഒരുവിധ അനുമതിയും നിലവിലില്ല. എന്നിട്ടും പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു. കോടതിയലക്ഷ്യ നടപടികൾക്ക് കേസെടുക്കേണ്ട പോലീസാകട്ടെ ഇത് കണ്ടഭാവം നടിക്കുന്നില്ല. ചതുരംഗപ്പാറ വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ ഭൂമി സർവേയിൽ ഉൾപ്പെടുത്തുവാനും നീക്കം നടന്നിരുന്നു. എന്നാൽ ഇത് വിവാദമായതോടെ സർവേയിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ഭൂമിയുടെ കരമടവും മുടങ്ങി. ഇതോടൊപ്പമാണിപ്പോൾ പോക്കുവരവ് റദ്ദു ചെയ്യുവാനും ഉത്തരവായിരിക്കുന്നത്. സജീവ് സെബാസ്റ്റ്യൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വേണ്ട രേഖകൾ പരിശോധിക്കാതെ തെറ്റായ സർവേ നമ്പറിൽ ഭൂമി പോക്കുവരവ് ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടിക്കും വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. വിജിലൻസ് ഡയറക്ടർക്കും ഞാൻ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മധ്യമേഖല വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുകയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസർക്ക് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിലും മറ്റു കാര്യങ്ങളിലും ഇതിൻ്റെ പോക്കുവരവ് നടത്തുകയും വില്ലേജ് ഓഫീസർക്ക് കൃത്യമായ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ കാരവാൻ പാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ഉടമസ്ഥന്റെ പേരിലുള്ള പോക്കുവരവ് റദ്ദു ചെയ്യണമെന്നും ആയതിനു വേണ്ടിയിട്ട് ഇടുക്കി ജില്ലാ ദേവികുളം സബ് കളക്ടറെ ചുമതലപ്പെടുത്തണമെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് റദ്ദു ചെയ്യുന്നതിന് ദേവികുളം സബ് കളക്ടറെ ചുമതലപ്പെടുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും നിർദ്ദേശം നൽകി. പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ മുൻ ആധാരത്തിലെയും നിലവിലെ ആധാരത്തിലെയും സർവേ നമ്പറുകൾ തെറ്റാണെന്ന് കളക്ടർ നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കോടതി വിഷയത്തിൽ ഇടപെടുകയും പ്രവർത്തനവും നിർമ്മാണവും തടയുകയും ചെയ്തത്. ഇതിനു പിന്നാലെ ഹർജിക്കാരനെ സ്വാധീനിച്ച ഇയാൾ ഹർജി പിൻവലിപ്പിച്ചെങ്കിലും കോടതി ഉത്തരവ് നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നതാണ്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോഴും പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നത്. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ഇതുവരെയുള്ള ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷി യോഗം വിലയിരുത്തി. കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ നടന്ന ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷി യോഗം വിശകലനം ചെയ്തു. ദുരന്തമുഖത്തു നിന്നും കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു. കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു. ഒപ്പം കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയോടെ കൂടി പങ്കാളിത്തം ഉണ്ടാകേണ്ടുന്നതിനായുള്ള ഇടപെടൽ നടത്താനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. അടിമാലിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഹാദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 44 കുടുംബങ്ങളെയാണ് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് താമസിക്കുന്ന ഏകദേശം 6ഓളം കുടുംബങ്ങൾ ചേർത്തുകൊണ്ട് 50 കുടുംബങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബന്ധപ്പെടുവാനും തീരുമാനിച്ചു. നാളെ മന്ത്രിസഭാ യോഗത്തിൽ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം എത്തിക്കുന്നതിനായുള്ള ഇടപെടലിനും സർവകക്ഷി യോഗം തീരുമാനം കൈക്കൊണ്ടു. ഇക്കാര്യങ്ങളിലൊക്കെയും തീരുമാനം കൈക്കൊള്ളുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നതിനായുള്ള നിർദ്ദേശം സമർപ്പിക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. ദുരന്തമുഖത്തുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തുടർ സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തു നിന്നും മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ അവസ്ഥയും പ്രദേശത്ത് നിലനിൽക്കുന്ന സുരക്ഷാ ഭീഷണിയും സർവകക്ഷി യോഗത്തിൽ വിശകലനം ചെയ്തു. സിറ്റി വിഷൻ, അടിമാലി.
മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ പട്ടിണി സമരവുമായി രംഗത്ത്. ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസ കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കുടുംബങ്ങൾ ഇന്ന് രാവിലെ പട്ടിണി സമരം പ്രഖ്യാപിച്ചത്. തുടർന്ന് ജില്ലാ കളക്ടറുടെ ഇടപെടലിലൂടെ പട്ടിണി സമരം താൽക്കാലികമായി കുടുംബങ്ങൾ അവസാനിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അടിമാലി ലക്ഷംവീട് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളാണ് ഇന്ന് രാവിലെ പട്ടിണി സമരവുമായി രംഗത്ത് വന്നത്. ദുരന്തം നടന്ന 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫലപ്രദമായ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും തങ്ങളുടെ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ പട്ടിണി സമരം ഇരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. തുടർന്ന് ഇടുക്കി ജില്ലാ കളക്ടറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ എന്ത് കാര്യങ്ങൾ തന്നെ വന്നാലും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പോലും ദുരന്തത്തിൽ കഴിയുന്നവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്കും മരണപ്പെട്ടവർക്കുമുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുടുംബങ്ങൾ പട്ടിണി സമരം പ്രഖ്യാപിച്ചതോടെ ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു. ഓൺലൈനിലൂടെ കുടുംബങ്ങളായും ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായും കളക്ടർ ആശയവിനിമയം നടത്തി. വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗം വിവരം കുടുംബങ്ങളെ അറിയിച്ചു. ആശങ്കകൾ പരിഹരിക്കാമെന്ന കളക്ടറുടെ അറിയിപ്പിന്മേൽ കുടുംബങ്ങൾ താൽക്കാലികമായി പട്ടിണി സമരം അവസാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട കളക്ടർ അടിയന്തരമായിട്ട് ഇടപെടുകയും നാളെ രാവിലെ 9:30 വരെ നടക്കുന്ന മീറ്റിംഗ് വരെ വെയിറ്റ് ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും നാളെ തന്നെ പരിഹാരം കണ്ടെത്താമെന്നും നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെ വീണ്ടും ക്യാമ്പ് സന്ദർശിച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും, അടിയന്തരമായിട്ടൊരു പാക്കേജ് പ്രഖ്യാപനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിരാഹാരം പിൻവലിച്ചത്. മണ്ണിടിച്ചിൽ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട 8 കുടുംബങ്ങളെ കത്തിപ്പാറയിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം മാറ്റിയിട്ടുള്ള ബാക്കി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. അന്തിമ വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേടുകൾ. LDF ഭരണസമിതിയുടെ ഭീഷണിക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങിയെന്നും ആക്ഷേപം. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് മണ്ഡലം കമ്മിറ്റി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളാണ് കാണുന്നത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. പഞ്ചായത്തിൽ വർഷങ്ങളായി താമസമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകിയിട്ടും ഹിയറിംഗിന് ഹാജരാകാത്തവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിയെന്നും മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. LDF ഭരണസമിതിയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മുഴുവൻ കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചായത്തിൽ വർഷങ്ങളായി സ്ഥിരതാമസമില്ലാത്തവരെ ഒഴിവാക്കുന്നതിന് ഫോറം നമ്പർ 5 നമ്മൾ അപേക്ഷ നൽകിയിട്ട് ആക്ഷേപം നൽകിയിട്ടും അത് ഹിയറിങ്ങിൽ പോലും പങ്കെടുക്കാത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിന് പുറത്ത് മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുള്ളവരുടെ രേഖാമൂലം നമ്മൾ ആക്ഷേപം കൊടുത്തിട്ടും ഒഴിവാക്കാതെ അത് നിലനിർത്തിയിരിക്കുന്നു. CPIM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും രാജകുമാരി പഞ്ചായത്തിലെ മുൻ CDS ചെയർപേഴ്സണും ഇരട്ട വോട്ടുകൾ ഉള്ളതായും ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കുവാൻ തയ്യാറായില്ല എന്നും മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് കുറ്റപ്പെടുത്തി. ഉദാഹരണത്തിന് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ 14-ാം വാർഡിലെ 130 നമ്പർ വോട്ടറാണ് ശ്രീ ഷാജി വേലായുധൻ വരിക്കാനിക്കൽ. അദ്ദേഹത്തിന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ 7-ാം വാർഡിൽ 153 നമ്പർ വോട്ടറുമാണ്. ടിയാൻ CPMൻ്റെ ശാന്തൻപാറ ഏരിയ സെക്രട്ടറിയാണ്. ഇതിനു മുമ്പ് ഈ വിഷയം വാർത്താസമ്മേളനത്തിൽ തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അന്ന് അവർ മറുപടി നൽകിയത് ടിയാൻ അവിടെ അങ്ങനെ വോട്ടില്ല, അവിടെ വോട്ട് വെട്ടാൻ ഏൽപ്പിച്ചു എന്നാണ്. പക്ഷേ അന്തിമ ലിസ്റ്റിൽ 153 നമ്പർ ശാന്തൻപാറ പഞ്ചായത്ത് വോട്ടറാണ് അദ്ദേഹം. അതുപോലെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ 11-ാം വാർഡിലെ 688 നമ്പർ വോട്ടറായ ലീല സാജൻ,
അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ 2-ാം ബൂത്തിൽ 13-ാം വാർഡിലെ 2-ാം ബൂത്തിൽ 134-ാം നമ്പർ വോട്ടറാണ്. ഈ വ്യക്തി CPM-ന്റെ സജീവ പ്രവർത്തകയും എന്നാൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ CDS ചെയർപേഴ്സണുമാണ്. ഇവരുടെയും വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് രേഖാമൂലം അടിമാലി പഞ്ചായത്തിൽ ഉണ്ട് എന്ന് കാണിച്ച് രേഖാമൂലം ആശയം ഉന്നയിച്ചിട്ടും വോട്ടും നീക്കം ചെയ്യാതെ നിലനിർത്തിയിരിക്കുകയാണ്. രാജകുമാരി പഞ്ചായത്തിലെ 1 മുതൽ 6 വരെയുള്ള വാർഡുകളിൽ സ്ഥിരതാമസമില്ലാത്ത തമിഴ്നാട്ടിൽ വോട്ടുള്ളവരെ രേഖാമൂലം പരാതി നൽകിയിട്ടും വോട്ടർ പട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യുവാൻ തയ്യാറാകാത്തതിനെതിരെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ ചൂണ്ടിക്കാട്ടിയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാജകുമാരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. സിറ്റി വിഷൻ, രാജകുമാരി. പൊരുതാൻ ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആയിരങ്ങളെ അണിനിരത്തി ആവേശക്കടലായി കട്ടപ്പനയിൽ. കട്ടപ്പന സ്കൂൾ കവലയിൽ നിന്ന് ആരംഭിച്ച നടത്തത്തിൽ മഴയത്തും ആവേശം ചോരാതെ ആയിരങ്ങളാണ് അണിനിരുന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും കലാ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും പങ്കെടുക്കുന്ന NCC കേഡറ്റുകളും സ്കൗട്ട് ആൻഡ് ഗൈഡും തെയ്യം ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അണിനിരുന്ന സമൂഹ നടത്തത്തിൽ രാഷ്ട്രീയ മതഭേദമന്യെയാണ് ജനങ്ങൾ എത്തിച്ചേർന്നത്. ഇന്നത്തെ തലമുറയുടെ മനസ്സും ശരീരവും വിഷലിപ്തമാക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ കേരള സമൂഹം അണിനിരക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവിധ ലഹരികളും യുവതലമുറയ്ക്ക് ആപത്താണെന്നും ഇതിനെതിരെ ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും ഈ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നും കോളേജുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മമാരും കുട്ടികളും വന്ന് ഞങ്ങളുടെ യാത്രകളിൽ പങ്കാളികളാകാറുണ്ട്. അവരെന്നോട് പറയാറുണ്ട്, സാർ ഈ പരിപാടി ഏറ്റെടുത്തത് വളരെ നന്നായി. നമ്മുടെ ഭാവി തലമുറ പുകഞ്ഞ് ഇല്ലാതാകേണ്ടതല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പരിപാടികൾ തുടരണമെന്നാണ് അവർ പറയുന്നത്. ഈ മാസം നവംബർ മാസം 4-ാം തീയതി രാവിലെ എറണാകുളത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിന് ശേഷം രാവിലെ 6 മണിക്കാണ് നമ്മൾ ഈ ക്യാമ്പസിലേക്ക് 2-ാം ഘട്ടം കോളേജ് ക്യാമ്പസിലെ സ്കൂൾ ക്യാമ്പസിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടാണ് ആരംഭിച്ച ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പരിപാടി. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ശ്രീ മമ്മൂട്ടിയായിരുന്നു, പ്രശസ്ത സിനിമാ താരം. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നടത്തിയത്. സ്കൂൾ കവലയിൽ നിന്ന് ആരംഭിച്ച നടത്തം കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുരന്തമാണ് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല കുടുംബത്തെയും സ്വാഗത സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി അധ്യക്ഷത വഹിച്ചു. വേദിയിൽ ലോകപ്രശസ്ത കാരിക്കേച്ചർ കലാകാരൻ ജിതേഷ് ജി രമേശ് ചെന്നിത്തലയുടെ ചിത്രം വരച്ച നവ്യ അനുഭവം പകർന്നു നൽകി. ആത്മീയ മത സാമുദായിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഡീൻ കുര്യാക്കോസ് MP, റോയ് കെ പൗലോസ്, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, പ്രൊഫസർ MJ ജേക്കബ്, AK മണി, ജോയി വെട്ടിക്കുഴി, ജോയി തോമസ്, സണ്ണി പൈമ്പള്ളിൽ, PR അയ്യപ്പൻ, ഷാജി പൈനാടത്ത്, തോമസ് മൈക്കൽ, MN ഗോപി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇടുക്കി നെടുങ്കണ്ടം കൂട്ടാർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കരുണാപുരം ടൗണിൽ തെരുവ് നാടകവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. നമ്മുടെ നാട് സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹത്തിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുക, സെനോ ടു ടുബാക്കോ, യെസ് ടു ഹെൽത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുക, കുട്ടികളെ മാറ്റങ്ങളുടെ വക്താക്കളാക്കുക, ലഹരി വിരുദ്ധ തലമുറയെ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിൽ നിന്നും ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി ലഹരി വിരുദ്ധ പ്ലക്കാർഡുകൾ ഏന്തിയാണ് കുട്ടികൾ കരുണാപുരം ജംഗ്ഷനിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന യോഗം കരുണാപുരം പഞ്ചായത്ത് അംഗം ജെയ്മോൻ നെടുവേലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക അനിതാകുമാരി TR അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് OC ബൈജു, അധ്യാപകരായ ആതിര C നായർ,
ആർ രാജീവ, സിന്ധു ജി നായർ, കിരൺ ജി നായർ, അജിത മോഹൻ, അനൂപ് ഹരിലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ. ആശാവർക്കർമാരോട് ചെയ്തത് ക്രൂരതയാണ്. അടുത്ത തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. പ്രഖ്യാപനങ്ങൾ നടപ്പാക്കേണ്ടത് അടുത്ത സർക്കാരാണെന്നും രമേശ് ചെന്നിത്തല കട്ടപ്പനയിൽ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് BJPയും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC പദ്ധതി ഒപ്പിട്ടത്. അവരേതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. തൽക്കാലം CPI കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. MOU സൈൻ ചെയ്തിട്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ എവിടെ റദ്ദാക്കാനാണ്? അപ്പോൾ ഇത് തൽക്കാലം അവരെ CPI കബളിപ്പിക്കാൻ ചെയ്തൊരു പണിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. അതിനകത്ത് ഒരു നേട്ടവും ഉണ്ടാവില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെടും എല്ലാവർക്കും. MOU സൈൻ ചെയ്തിട്ട് ഇനി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആര് റദ്ദാക്കാനാണ്? അതെല്ലാം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. ഇപ്പോൾ ഈ കത്ത് കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. കത്തുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇത് താൽക്കാലികമായി അവരെ കബളിപ്പിക്കുകയാണ്. അത് കുറേ കഴിയുമ്പോൾ CPIക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടും. ഇടുക്കിയിൽ 1.5 കിലോ കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. ചില്ലറ വിൽപ്പനയ്ക്കായി പൊതികളിലാക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. നെടുങ്കണ്ടം തൂക്കുപാലത്ത് പോലീസ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തൂക്കുപാലത്ത് പച്ചക്കറി കടയിലെ തൊഴിലാളിയായ അസം സ്വദേശി ഇമ്രാൻ ഹുസൈനാണ് അറസ്റ്റിലായത്. ഇയാൾ കുടുംബമായി ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇവിടെ വെച്ച് കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി ചെറു പൊതികളാക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി കഞ്ചാവ് സഹിതം പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 6 മാസം മുൻപ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു. കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടാണ് OP ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. കാത്ത് ലാബ് CCU യൂണിറ്റിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ 1ഉം 2ഉം നിലകളിലാണ് OP ബ്ലോക്കിനു വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിലെ നിർമ്മാണം നടത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. നമ്മുടെ ഇടുക്കി പാക്കേജിൽ നിന്ന് 7.5 കോടി രൂപ നമുക്ക് അനുമതിയായിട്ടുണ്ട്. ലഭ്യമായി നമുക്കിവിടെ ഇടുക്കിയുടെ സ്വപ്നമാണ്. അടിമാലി മാത്രമല്ല, എനിക്കിത് പറയുമ്പോൾ വളരെ 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 മനസ്സ് നിറഞ്ഞാണ് പറയുന്നത്. അതിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നമുക്കത് സാധ്യമാക്കാനായിട്ട് കഴിയണം. KMCL-നോട് അതിനു വേണ്ടിയിട്ട് ഉള്ള ബാക്കി നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ ഏതൊക്കെ പ്രദേശത്തു നിന്ന് എങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പൊ സ്റ്റാഫുകളുടെ കുറവുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ നന്നായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ മന്ത്രി ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, സ്റ്റാഫുകളെ വിളിച്ച് നേരിട്ട് അവരോട് അഭിനന്ദനം അറിയിച്ചു. ഇത്രയും വൃത്തിയായി നിങ്ങൾ സൂക്ഷിക്കുന്നു ഈ ആശുപത്രി എന്നുള്ള നിലയ്ക്കാണ്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 6 മാസം മുൻപ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ OP വിഭാഗം പ്രവർത്തിച്ചു വരുന്നത്. പുതിയ സ്ഥല സൗകര്യമൊരുങ്ങിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ കാത്ത് ലാബ്, CCU യൂണിറ്റ്, എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത്. ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 1ാം നിലയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഓർത്തോപീഡിക്, 2ാം നിലയിൽ പീഡിയാട്രിക്, ഓഫ്താൽമോളജി, ഡെറ്റൽ, ENT, ജനറൽ OP, ഫീവർ ക്ലിനിക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ
ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. BJPയും CPMും തമ്മിലുള്ള അന്തർധാരയാണ് PM ശ്രീയിൽ കണ്ടതെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPIയെ CPM കബളിപ്പിക്കുകയായിരുന്നു. MOU ഒപ്പിട്ട ശേഷം എങ്ങനെ റദ്ദാക്കുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ ചോദിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കഴിഞ്ഞ 9 വർഷവും ആർക്കും ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെൻറ്റാണ്. മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. 4-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു തട്ടിപ്പാണ്. ഇത് തട്ടിപ്പാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കായിരുന്നു. എന്താണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കായിരുന്നത്? ബഡ്ജറ്റിൽ തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഹസനമാണ്. ഇത് വലിയ ഗൗരവത്തിലോട് ജനങ്ങൾ എടുക്കില്ല. ആശാ വർക്കർമാരോട് ഇത്രയൊരു ക്രൂരത വേണ്ടായിരുന്നു. അവർ കുറേ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത്. അല്ല, ഈ നേരത്തെ പ്രഖ്യാപിച്ച ആനുകൂല്യം തന്നെ ഇപ്പോൾ കൊടുക്കുന്നില്ലല്ലോ. ഇടുക്കി പാക്കേജ് 18,000 കോടിയാണ് പ്രഖ്യാപിച്ചത്. എന്തുപോലും കൊടുത്തോ? തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ച 10,000 കോടി ആർക്കെങ്കിലും കൊടുത്തോ? വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച ആർക്കെങ്കിലും കൊടുത്തോ? അപ്പോൾ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്കറിയാം, കേരള മുഖ്യമന്ത്രിക്ക് അറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും UDF ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ കുറ്റവിചാരണ യാത്രാ പര്യടനം ആരംഭിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ OR ശശി ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ തോമസ് നിരുവത്തുപറമ്പിൽ, കൺവീനർ സിജു ഏഴോലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വൈസൺവാലി പഞ്ചായത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ്, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെ കുറ്റവിചാരണ വാഹനയാത്ര സംഘടിപ്പിച്ചത്. രാവിലെ കൊച്ചുപ്പിൽ നിന്നും ആരംഭിച്ച സമരയാത്ര UDF നിയോജക മണ്ഡലം കൺവീനർ OR ശശി ഉദ്ഘാടനം ചെയ്ത ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി. 400 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. ആരാ കൊടുക്കേണ്ടത്? ആരാ ഇനി?
2.5 ലക്ഷത്തിൽ താഴെയായിരുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ കടബാധ്യത എങ്കിൽ കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയാകാൻ പോവുകയാണ് കേരളത്തിന്റെ കടബാധ്യത. ഇന്ന് പത്രം പറയുന്നു പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ 10,000 കോടി ഈ ഒരാഴ്ചക്കകത്ത് കണ്ടെത്തണം. എവിടെ കണ്ടെത്തും? സംസ്ഥാന ഗവൺമെന്റിന് അനുമതി കൊടുക്കണം നോട്ടടിക്കാൻ. എന്നാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു കീച്ചേരിൽ മുഖ്യപ്രഭാഷണം, ഷാൻഡി ബേബി സ്വാഗതവും ബാബു വലിയതറ നന്ദിയും അർപ്പിച്ചു. VJ ജോസഫ്, കുര്യാക്കോസ് ചേലമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ UDF നേതാക്കളായ PV സ്കറിയ, TS സിദ്ദിഖ്, ജോർജ് തോമസ്, VJ ജോസഫ്, MM ബേബി, അലോഷി തിരുതാളിൽ, KM ഷാബു, ബേബി ചെറുപുഷ്പം, മോഹനൻ കൊട്ടാരം, ബിനോയി ചെറുപുഷ്പം, സന്തോഷ് ഭാസ്കരൻ, മഞ്ജു ജിൻസ്, ലാലി ജോർജ്, ഷാലറ്റ് പള്ളിവാതൂക്കൽ, സിജു ജേക്കബ്, TM രതീഷ്, ഡാനി വേരംബ്ലാക്കൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, വൈസന്മാലി. യുവ എഴുത്തുകാരൻ രതീഷ് നെടുങ്കണ്ടത്തിന്റെ പാത്തിക്കാലൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ദേശീയ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ 18 കഥകളുടെ സമാഹാരമാണ് പാത്തിക്കാലൻ. തന്റെ ജീവിതയാത്രയിൽ കണ്ട കാഴ്ചകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആനുകാലികങ്ങളിലും രതീഷ് എഴുതിയ കഥകളാണ് പുസ്തക രൂപത്തിൽ എത്തുന്നത്. നന്മ സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ കുട്ടിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ സുഗതൻ കരുവാറ്റ പുസ്തകത്തെ പരിചയപ്പെടുത്തി. ഈ കഥയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വലിയ കൈക്കടക്കമുള്ള വഴക്കമുള്ള ഒരു എഴുത്തുകാരൻ എങ്ങനെയാണോ ചെറുകഥകൾ എഴുതുന്നത് അത്ര മനോഹരമായി, അത്ര ഉജ്ജ്വലമായ എഴുത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഓരോ കഥയുടെയും കഥാന്ത്യം നമ്മളെ വിസ്മയിക്കുന്ന തരത്തിലാണ് അത് തീർക്കുന്നത്. ദേശീയ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ പുസ്തകം പ്രകാശനം ചെയ്തു. മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവന് കഥയുണ്ട് എന്നുള്ളത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മോബിൻ മോഹനായിട്ട് നിൽക്കുന്നത് കേവലം ഞാൻ മാത്രമല്ല, എൻ്റെ പിന്നിലുള്ള എത്രയോ മനുഷ്യരുടെ തലമുറയുടെ കഥകൾ പേറിക്കൊണ്ടാണ്. ഞാൻ കഥയുള്ളവരാണ്. സുഗതം ഭാഷ കഥയുള്ളവരാണ്. നിങ്ങൾ ഓരോരുത്തരും കഥയുള്ളവരാണ്. ലോകത്ത് കഥയുള്ള ഒരൊറ്റ ജീവിയുള്ള അത് മനുഷ്യനാണ്. എഴുത്തുകാരി ലേഖ ത്യാഗരാജനിൽ നിന്നും അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രീത KS പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ചടങ്ങിൽ നന്മ സാംസ്കാരിക വേദി സെക്രട്ടറി ബാബു M തോമസ്, BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ, ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ സിബി പോൾ, സ്മിത KR, ഷിജു ഉള്ളുരുപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുസ്തകത്തിന്റെ രചയിതാവായ രതീഷ് നെടുങ്കണ്ടം നന്ദി രേഖപ്പെടുത്തി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി തൂക്കുപാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയുടെ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നില്ല. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൂക്കുപാലം മാർക്കറ്റിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് ഉപയോഗിക്കാതെ നശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തൂക്കുപാലം മാർക്കറ്റിനോട് ചേർന്ന പബ്ലിക് ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തിയിരുന്നു. എന്നാൽ നാളിതുവരെയായി വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. കേരള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ശൗചാലയമാണ് ഈ നിർമ്മിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനു മുമ്പ് നിർമ്മാണം ആരംഭിച്ച് 2021 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ശൗചാലയമാണിത്. ഇവിടെ നാളിതുവരെ നിരവധി പഞ്ചായത്ത് ഭരണസമിതികൾ മാറി വന്നിട്ടുണ്ടെങ്കിലും ഇത് തുറന്ന് പൊതുജനത്തിന് ഉപകാരപ്രദമാക്കാൻ യാതൊരു നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് ഇവിടെ വെള്ളമില്ല എന്നാണ് പറയുന്നത്.
വർഷങ്ങൾക്കപ്പുറം, അതായത് പട്ടംകോളിന് കിട്ടിയ കാലഘട്ടം മുതലുള്ള പഞ്ചായത്ത് കിണറുണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ച് കിണർ കുത്തിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. രാമക്കൽമേട് സന്ദർശിക്കുവാനെത്തുന്ന നിരവധി സഞ്ചാരികൾ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം. ഹൈറേഞ്ചിലെ പ്രധാന പൊതുമാർക്കറ്റുകളിലൊന്നായ ഇവിടെ മാർക്കറ്റ് ദിവസത്തിൽ നിരവധി ആളുകൾ എത്താറുണ്ട്. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്രമ കേന്ദ്രം മാർക്കറ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കിയ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാതെ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. FESTO ഇടുക്കി മേഖല കാൽനട ജാഥയ്ക്ക് സ്വീകരണം നൽകി. കാഞ്ചിയാറ്റിൽ നിന്നും ആരംഭിച്ച JNP വിജയൻ ക്യാപ്റ്റനായുള്ള ജാഥയ്ക്ക് അധ്യാപകരും ജീവനക്കാരും ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത്. ഫെസ്റ്റോ ഏരിയ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി ഷിജു, KSTS സബ് ജില്ലാ സെക്രട്ടറി അരുൺദാസ്, സബ് ജില്ലാ ട്രഷറർ ഡോക്ടർ പ്രദീപ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അമ്പിളി ജി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,045 രൂപ, പവന് 88,360 രൂപ, വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുപ്രീം കോടതിയിൽ നടക്കുന്ന മുല്ലപ്പെരിയാർ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസിൽ തമിഴ്നാട് സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി മനസ്സിലാക്കാൻ കേരളം തയ്യാറാകണമെന്നും സമരസമിതി. ഇടുക്കി മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പോക്കുവരവ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശം. നടപടി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ കരമടവ് മുടങ്ങി. കോടതി ഉത്തരവ് നിലനിൽക്കെ കാരവാൻ പാർക്കിന്റെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം. അന്തിമ വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേടെന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേടുകൾ. LDF ഭരണസമിതിയുടെ ഭീഷണിക്ക് മുൻപിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങിയെന്നും ആക്ഷേപം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.